രണ്ട് തരത്തിൽ ഞാൻ ഈ വേണു പറഞ്ഞ കാര്യത്തിൽ രണ്ട് തരത്തിൽ ഞാൻ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നതിൻ്റെ ഇവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണം. ഇപ്പോൾ ഹാരിസ് ചിറക്കലിനെ ഇപ്പോൾ ഒരു ഡോക്ടർ, CPM സഹയാത്രികൻ, നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വരാജ് പരാജയപ്പെട്ടതിന് ശേഷവും അദ്ദേഹത്തിന് അനുകൂലമായി പോസ്റ്റ് ഇടുന്ന ഒരാൾ, അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടോ? അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ പൊതുസ്ഥിതിയാണ്. ആശുപത്രിയിൽ ചെല്ലുന്ന രോഗികൾക്ക് അവർക്ക് ഈ ഉപകരണങ്ങൾ, അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങേണ്ടി വരുന്നത് ഒരു സത്യമല്ലേ? ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ വന്ന സ്റ്റെൻറ്റ് വാങ്ങേണ്ടി വരുന്ന സ്ഥിതി, ഏതെങ്കിലും തരത്തിൽ ഉള്ള മറ്റു തരത്തിലുള്ള ചികിത്സയ്ക്ക് ചെല്ലുന്നവരെ സംബന്ധിച്ച് അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ടി വരുന്ന സ്ഥിതി കേരളത്തിലൊരു പൊതുസ്ഥിതിയല്ലേ? ഇപ്പോൾ ഹാരിസ് ചിറക്കൽ പറയുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ പലതവണ പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തിയ വിഷയമാണിത്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്, ഒരു CPM സഹയാത്രികൻ, CPM പാർട്ടി കുടുംബത്തിലെ അംഗം, ഇത് വളരെ കൃത്യമായി വൈകാരികമായി ഞാൻ എന്തും നേരിടാം എന്ന് പറഞ്ഞപ്പോഴാണ് അത് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ ആ പറഞ്ഞ വസ്തുതയിൽ ഒരു കാര്യം പോലും തെറ്റില്ല, വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ദേശാഭിമാനി മുഖപ്രസംഗം എഴുതുന്നതിന് പകരം ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, അതിന് പരിഹാരമുണ്ടാക്കണം. കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സ്ഥിതിയിൽ ഗുരുതരമായ പ്രതിസന്ധികളുണ്ട്. ഇപ്പം വീണ ജോർജ് തന്നെ പറഞ്ഞാൽ സിസ്റ്റമിക് ഫെയിലുവർ ആണെങ്കിൽ സിസ്റ്റമിക് ഫെയിലുവർ കറക്റ്റ് ചെയ്യണം എന്നാണ് മുഖപ്രസംഗം എഴുതിയെങ്കിൽ ശരിയാണ്. ഇത് ഭീഷണിയാണ്, ഇംപ്ലൈഡായ ഭീഷണിയാണ്. മുഖ്യമന്ത്രി തന്നെ ഭീഷണിപ്പെടുത്തുന്നു. ഒരു പാവപ്പെട്ട ഡോക്ടർ, തൻ്റെ മുമ്പിൽ വരുന്ന രോഗികളുടെ വിഷമങ്ങൾ കാണുന്ന ഒരു ഡോക്ടർ അതുമായി ബന്ധപ്പെട്ട വിഷമങ്ങൾ പങ്കുവെക്കുമ്പോൾ അദ്ദേഹത്തെ മാനസിക സമ്മർദ്ദത്തിൽപ്പെടുത്തി പിന്നെ കഫീൽ ഖാൻ, ഒരു സമാനമായ കഫീൽ ഖാൻ്റെ സാധനം കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന തരത്തിൽ. ഇപ്പം നമുക്ക് CPMൻ്റെ ഒരു പൂർവ്വകാല ചരിത്രം പരിശോധിച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആളുകളോടൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. എത്രയോ ആളുകളെ കള്ളക്കേസിൽ കൊടുക്കുകയും അവരെ പീഡിപ്പിക്കുകയും സംസ്ഥാന വ്യാപകമായിട്ട് ഇത്തരത്തിൽ എന്തെങ്കിലും റിവീൽ ചെയ്യുന്നവരെ ടാർഗറ്റ് ചെയ്യുന്ന ഇവരുടെ സ്വഭാവമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർ കഴിഞ്ഞ ദിവസം സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞതുകൊണ്ടാണ് നമുക്കിത് പറയേണ്ടി വന്നത്. ശരി, ഇവർ താരതമ്യം ഇവരുടെ ഒരു വിചാരം 2016 ശേഷമാണ് കേരളം ഉണ്ടായെന്ന രീതിയിലാണ്. ശിശുമരണ നിരക്കൊക്കെ രാജ്യത്താകമാനം ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പ് തന്നെ ഈ റേഷ്യോയിൽ ഏറ്റവും ഉയർന്നൊരു സംസ്ഥാനത്ത് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും വലിയൊരു പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള ചേഞ്ചസിനെയാണ് ഇവർ കൊട്ടിഘോഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. ഇന്നും ഏറ്റവും ആധികാരികമായ നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സ് ഡേറ്റ അനുസരിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും എക്സ്പെൻസ് ഉള്ള ആളുകൾ, രോഗികൾ കയ്യിൽ നിന്ന് പണം ചെലവഴിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിൽ നിന്ന് കേരളം തന്നെയാണ്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. സ്റ്റാറ്റിസ്റ്റിക്സ് വെക്കുകയാണെങ്കിൽ അങ്ങനെ സംസാരിക്കാം.